മാനസാന്തരപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സന്ദേശം ആവശ്യമായിരിക്കുന്നത്? 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കുവാനായിട്ടിരിക്കുന്നു. ഒന്ന്, ഇറ്റ് ഈസ് ദ കമാൻഡ് ഓഫ് ഗോഡ്. ഞാൻ ആ വാക്യം സൂചിപ്പിച്ചു, പ്രവൃത്തി 17:30. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇറ്റ് ഈസ് ദ കമാൻഡ്. ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് അവഗണിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ കൽപ്പനയിൽ ഒന്നാണ് റിപ്പന്റൻസ്. മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനകളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാരണം, റിപ്പന്റൻസ് അവോയ്ഡ് ഗോഡ്സ് റോങ്. ദൈവകോപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നത് മാനസാന്തരമാണ്, യഥാർത്ഥമായ മാനസാന്തരം. നാം വായിച്ച വേദഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനം തിരിഞ്ഞ് മടങ്ങി വരുമെങ്കിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണം. അപ്പോൾ മനം തിരിഞ്ഞ് മടങ്ങി വരുന്നില്ല എങ്കിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതാണ് എന്റെ അർത്ഥം. താഴോട്ട് പറഞ്ഞിട്ടുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ നോക്കിക്കാട്ടെ, അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തിക്കൂടാതെ വണ്ണം കത്താതെ ഇരിക്കേണ്ടത്. അപ്പോൾ മാനസാന്തരപ്പെടാതിരുന്നാൽ വരുന്ന അനുഭവമാണ് പറഞ്ഞത്. എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തിക്കൂടാതെ വണ്ണം കത്താതെ ഇരിക്കേണ്ടതിന് ഇസ്രായേൽ ജനമേ, നീ മനം തിരിഞ്ഞ് മടങ്ങി വരേണം. അതുകൊണ്ട് ദൈവകോപത്തിൽ നിന്ന് മനുഷ്യജാതിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം മാനസാന്തരപ്പെടുകയാണ്. ഈ അധ്യായം മുഴുവൻ പിന്നീട് വായിച്ചു നോക്കണം. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടിഞ്ഞു പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, ചിതറിപ്പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവജനത്തിന് കോപം വെച്ചിരിക്കുക. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടണം. വെളിപ്പാട് പുസ്തകത്തിൽ അത് തന്നെയാണ്. നീ മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ, എഫെസോസിലെ സഭയോട് പറഞ്ഞു, നിന്റെ നിലവിളക്ക് ആ സ്ഥലത്ത് നിന്ന് ഞാൻ നീക്കിക്കും. അപ്പോൾ നിലവിളക്ക് തൽസ്ഥാനത്ത് നിന്ന് നീക്കാതെ ഇരിക്കണമെങ്കിൽ സഭ മാനസാന്തരപ്പെടേണ്ടത്. പെർഗമോസിലെ സഭയോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടാതിരുന്നാൽ എന്റെ വായിലെ വാളുകൊണ്ട് ഞാൻ നിന്നെ വെട്ടും. അപ്പോൾ ദൈവകോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള, നമുക്കെതിരെ വരുന്ന ദൈവത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം റിപ്പന്റൻസ് ആണ്. മാനസാന്തരപ്പെടുകയാണ്, അനുഭവിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരികയാണ്. 3-ാമത്തെ കാരണം, ഒന്ന് ദൈവത്തിന്റെ കൽപ്പന, 2 ദൈവകോപത്തിൽ നിന്ന് വിടുവിക്കുന്നു, 3 ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസിക്വൻസ് ഓഫ് ട്രൂ റിപ്പന്റൻസ്. അനുതാപത്തിന്റെ അനന്തരപടിയാണ് അനുഗ്രഹം. അനുഭവിക്കുന്നവരാണ് ദൈവം അനുഗ്രഹം വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാകണം? മാനസാന്തരപ്പെടണം. 65-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. 65-ാം സങ്കീർത്തനത്തിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നദി അനുഗ്രഹത്തിന്റെ നദിയാണ്. നീ സന്ദർശിച്ച ഭൂമിയെ നനയ്ക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ നനയ്ക്കുന്നത് ഏത് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കും. ദൈവത്തിന്റെ നദിയിൽ നിന്ന് വെള്ളം എവിടോട്ടാ വരുന്നതെന്ന് അറിയാമോ? Where the ground is broken. എവിടെ സ്ഥലം, ഭൂമി ഉഴവുചാലുകളാൽ തകർക്കപ്പെട്ടിട്ടുണ്ടോ, നുറുക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെ ഉഴുതു മറിച്ചിട്ടുണ്ടോ, എവിടെ അനുതാപം ഉണ്ടായിട്ടുണ്ടോ, അവിടെ ദൈവത്തിന്റെ നദിയിൽ നിന്ന് അനുഗ്രഹം ധാരാളമായി. അതുകൊണ്ട് ദൈവാനുഗ്രഹം വേണം. നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ വാചകം മുട്ടിപ്പോകുമ്പോഴും പറയുന്നത്, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണം, ലോർഡ് ബ്ലെസ് മീ. വളരെ എളുപ്പമുള്ളൊരു വാക്യമാണ്, നല്ലൊരു പ്രാർത്ഥനയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനാ വാചകമായിരിക്കണം, കർത്താവേ ഭൂമിയിൽ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ചിലർക്ക് വേണ്ടിയും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ യഹോവ ഭക്തന് ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹം വെച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യന് ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹം വെച്ചിട്ടുണ്ടോ, അത് മുഴുവൻ നീ എനിക്ക് തരണം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. എന്നാൽ അനുഗ്രഹം വരണമെങ്കിൽ ബ്ലെസ്സിംഗ് ഈസ് ടു ഫ്ലോ, ദ ലാൻഡ് ഈസ് ടു ബി ബ്രോക്കൺ. ദൈവാനുഗ്രഹം കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഹൃദയം അനുദമിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. ശ്രേഷ്ഠമേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നോളൂ. ദിസ് ഈസ് ദ ഗോസ്പൽ. ഇതാ
സുവിശേഷം മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവം അനേക സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ അനുവാദമില്ല. തോൽവി അടഞ്ഞവന് സ്ഥാനമില്ല, പരാജിതന് പോകാൻ സ്ഥലമില്ല. എന്നാൽ നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് ഭൂമിയിലേത് മനുഷ്യനെയും നോക്കിക്കൊണ്ട് അവൻ പറയുന്നു, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളു. പഴയകാല ചരിത്രം ദൈവം ചോദിക്കത്തേ ഇല്ല. കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ഇഫ് യു റിപ്പന്റ് യു ക്യാൻ റിട്ടേൺ. രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് അത് തന്നെയാണ്. നാം മനം തിരിയുമെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ അനുവാദമുണ്ട്. ഇന്ന് രാത്രി കർത്താവ് വിളിക്കുക, മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത്. അങ്ങനെയെങ്കിൽ എന്താണ് മാനസാന്തരം? ഈ വേദഭാഗത്ത് രണ്ട് രീതികളാണ് പ്രതിപാദിച്ചത്. ഒന്നാമത് എന്ത് മാനസാന്തരം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് repentance is not. മാനസാന്തരം എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പായി മാനസാന്തരം എന്തല്ല എന്ന് പഠിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഈ പിശാചിന്റെ പരിപാടി, സൈറ്റനിക് ഡിസീവിംഗ്, അത് ഉണ്ടാകുന്നത് ഈ യഥാർത്ഥമായിട്ടുള്ള കാര്യത്തിന് കൗണ്ടർ ഫീറ്റ് ആയിട്ടൊരു കാര്യം കൊടുക്കും. സുവിശേഷം ഇന്ന് ലോകത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ സുവിശേഷത്തിന് എതിരായി അവൻ പോരാടുന്നു എന്ന് മാത്രമല്ല, കൗണ്ടർഫീറ്റ് ഗോസ്പൽ, തെറ്റായിട്ടുള്ള സുവിശേഷം, വ്യാജമായിട്ടുള്ള സുവിശേഷം കൊടുക്കുക. ട്രൂ ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ദൈവം ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ഫേക്ക് ആയിട്ടുള്ളത്, വ്യാജമായിട്ടുള്ളത് കൊടുത്ത് ക്രിസ്തീയ അനുഭവത്തിലാണെന്നൊരു തോന്നൽ കൊടുക്കുക. പിശാചി ജയിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് മാനസാന്തരമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. വാട്ട് റിപ്പന്റൻസ് ഈസ് നോട്ട്. ഒന്നാമത് നോക്കാം, 4-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. നാശത്തിന്റെ സന്ദേശം, ന്യായവിധിയുടെ സന്ദേശം നീ കേൾക്കുമ്പോൾ ഇസ്രായേലേ നീ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു? നീ റിപ്പന്റൻസിന് വേണ്ടി കൊതിക്കുമ്പോൾ, അതാണ് അതിന്റെ അർത്ഥം. അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ അനുതാപത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇസ്രായേലേ നീ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നു. നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരും. അപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം വരുത്താൻ, നഷ്ടപ്പെട്ടു പോയ തേജസ് വരുത്താൻ രക്താംബരം അണിയുന്നതോ പൊന്നാഭരണം അണിയുകയോ കണ്ണിൽ മഷി എഴുതുകയോ അല്ല. The beauty which you have lost, don't bring it back by external things. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ദൈവതേജസ് പുറമേ ഉള്ള അലങ്കാരങ്ങൾ കൊണ്ട് മടക്കി വരുത്താൻ നീ ശ്രമിക്കരുത്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് പുറമേ ഉള്ള അലങ്കാരങ്ങളല്ല. External garments will not bring true repentance. ഇന്ന് ആത്മീയ വാർഡ്രോബിൽ മാനസാന്തരം എന്ന് പറയുന്ന അനേക റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, അതൊക്കെ ധരിച്ചാൽ മാനസാന്തരമാണെന്ന് ധരിക്കും. അങ്ങനെയല്ല. പുറമേ അണിയുന്നത് കൊണ്ട് ഉള്ളിലുള്ള ശക്തിഹീനത മറയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ പലപ്പോഴും അതിന് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം, ക്ഷയരോഗിയെ ബ്ലാക്ക് ബെൽറ്റ് ധരിപ്പിച്ചാൽ അവന് കരാട്ടക്കാരനാകുന്നില്ല, അവന്റെ ശരീരത്തിന് ബലമുണ്ടാകുന്നു. അതുകൊണ്ട് പുറമേ അണിയുന്ന ഗാർമെന്റ്സ്, പുറമേ അണിയുന്ന ചില കാര്യങ്ങൾ മാനസാന്തരമല്ല. സോ ഔട്ട്വേർഡ് തിങ്സ് ആർ നോട്ട് ഇൻഡിക്കേഷൻ ഓഫ് ട്രൂ റിപ്പന്റൻസ്. പലപ്പോഴും പല കാര്യങ്ങൾ നാം പുറമേ ചെയ്യും. ജീവിതത്തിൽ പതറിപ്പോകുമ്പോൾ ആത്മീക കാര്യങ്ങളോട് ചേർന്ന് നടക്കും. ആത്മീക കാര്യങ്ങൾ കൂടുതൽ വ്യാപൃതരാണ്. കൂട്ടായ്മയിൽ, ഇടവകയിൽ, കൺവെൻഷനിൽ, പ്രാർത്ഥനാ കൂട്ടത്തിൽ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അസോസിയേഷൻ എല്ലായിടത്തും ഉണ്ട്. What are we trying to do? We are trying to wear the garment of repentance. ഉള്ളിലിരുന്നാലും വന്നിട്ടില്ല, ആന്തരിക രൂപാന്തരം വന്നിട്ടില്ല. ചിലതൊക്കെ അണിഞ്ഞ് മാനസാന്തരമാണെന്ന് നമ്മെ തന്നെ ധരിപ്പിക്കാൻ നാം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, പുറമേ നാം അണിയുന്നത് മാനസാന്തരം അല്ല. നമ്മുടെ ഏറ്റവും വലിയ ടെംപ്റ്റേഷൻ ആദ്യ മാതാപിതാക്കൾ മുതൽ ദൈവതേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇരയെല്ലാം കൂടെ തയ്ച്ചു പിടിപ്പിച്ചു, അണിയാനായി ഒരുങ്ങി. ഹാവേൽ ഗായിനെ കൊന്നു കഴിഞ്ഞപ്പോൾ മണ്ണിന്റെ കീഴിലാക്കി മണ്ണുകൊണ്ടങ്ങ് മൂടി. അനന്യാസ് സഫീറായി
മൂടി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അത് റിപ്പന്റൻസ് അല്ല, അത് മാനസാന്തരമല്ല. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നത് മാനസാന്തരത്തിന്റെ ഇൻഡിക്കേഷൻ അല്ല. പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ല, അതാണ് കോട്ട് ചെയ്യരുത്. യു മസ്റ്റ് ഗോ ടു ചർച്ച് എവറി സൺഡേ. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. എന്നാൽ അതിൽ സംബന്ധിക്കുന്നത് കൊണ്ട് ഉള്ളിൽ മാനസാന്തരമായില്ല. കൺവെൻഷൻ കാര്യങ്ങൾക്ക് വളരെയധികം അധ്വാനിക്കുന്നത് കൊണ്ട് മാനസാന്തരമായില്ല. മാനസാന്തരം ആന്തരികമാണ്. It is an inner thing. It is an inner experience of the inner man. അകത്തെ മനുഷ്യന്റെ അനുഭവമാണ്. അതുകൊണ്ട് പുറമേ അണിയുന്നത് മാനസാന്തരമല്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ചിലരെങ്കിലും നാളുകളായി ജീവിതത്തിൽ ഉള്ളിലുള്ള ശുഷ്കിച്ച അനുഭവം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ പല കാര്യങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, കൊടുക്കുന്നവരായിരിക്കാം, സുവിശേഷ വേലയ്ക്ക് ദാനം ചെയ്യുന്നവരുമായിരിക്കാം, സാധുക്കളെ സഹായിക്കുന്നവരുമായിരിക്കാം. These are all good things. But remember, these good things will not compensate for your inner. ഉള്ളിലെ അവസ്ഥയ്ക്ക് ഇതൊന്നും ഒരു പരിഹാരം. ധരിക്കുന്നതും നമുക്ക് അതുകൊണ്ട് മാനസാന്തരം ഉറപ്പുള്ളതല്ല. ഒന്നാമത്തെ കാര്യം. So that repentance is not external alteration. രണ്ടാമത് നോക്കാതെ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത്. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത്. മുള്ളിരിക്കെ വിതയ്ക്കുന്നത് ഫലമുണ്ടാക്കുകയില്ല. വിതച്ചാൽ വളർന്നു വരും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മുള്ള് ഞെരിച്ചു കളയും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് മുള്ള് പറിച്ച് നീക്കണം. അതുകൊണ്ട് സ്പിരിച്വൽ ആക്ടിവിറ്റി തോട്ട്സ് ഇരിക്കുമ്പോൾ, മുള്ളുകൾ ഇരിക്കുമ്പോൾ തന്നെ ആത്മീകമായ കാര്യങ്ങളിൽ പങ്കുചേർന്നാൽ മാനസാന്തരം നമുക്ക് ഉളവാകുകയില്ല. ഞാനൊരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യോശുവ എന്ന് പറയുന്ന നേതാവ്, മോശ കഴിഞ്ഞ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ദാസൻ, യെരിഹോ പട്ടണത്തിന് നേരെ തന്റെ ജനത്തെ നയിച്ചു. വലിയ ജയം. ആ ജയത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ പാപം ചെയ്തു. ഒരു മനുഷ്യൻ പാപം ചെയ്തതിനാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പാളയം അശുദ്ധമായി. One man's sin brought sin in the camp. ഒരു മനുഷ്യന്റെ പാപം പാളയത്തിൽ അശുദ്ധി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അടുത്ത യുദ്ധത്തിന് പോയി ഹായി തോറ്റു. യെരിഹോ പോലെ ജയിക്കാമെന്ന് കരുതിയാ പോയത്, എങ്കിലും തോറ്റു കഴിഞ്ഞപ്പോൾ തോൽവിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദാസൻ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ ജനം തോറ്റുപോയത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ അരുളപ്പാട് അവന് വന്നു, യോശുവേ, നിന്റെ പ്രാർത്ഥന നിർത്തിക്കാതെ നിന്റെ പാളയം ശുദ്ധീകരിക്കാൻ. Stop your prayer. Cleanse the camp. മുള്ളിരിക്കെ വിതയ്ക്കരുത്, മുള്ള് പറിച്ചിട്ട് വിതയ്ക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ ദൈവം ഇതുപോലെ ഇടപെട്ടിരുന്നെങ്കിൽ, ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചു, നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ യോശുവയോട് ഇടപെട്ടതുപോലെ ദൈവം ഇന്നും ഇടപെട്ടിരുന്നെങ്കിൽ പല പ്രാർത്ഥനാ യോഗങ്ങളുടെയും നടുവിൽ നമ്മുടെ പ്രാർത്ഥന നിർത്തേണ്ടി വന്നു. മുള്ളിരിക്കെ വിതയ്ക്കരുത്, മുള്ള് പറിച്ചിട്ട് വിതയ്ക്കണം. നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി മുള്ളുകൾ ഇല്ലയോ? പറിച്ചു പറയേണ്ട പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലയോ? Don't continue in spiritual activities. ആത്മീക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് മുള്ളു നീങ്ങിപ്പോകുമെന്ന് ചിന്തിക്കരുത്. ആദ്യം ദൈവത്തിന്റെ പ്രവർത്തനത്തെ തടുക്കുന്ന മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറണം. അതുകൊണ്ട് don't sow among the thorns. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത്, അത് മാനസാന്തരമല്ല. മൂന്നാമത്തേത് 6-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഘുവായി ചികിത്സിക്കും. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഘുവായി ചികിത്സിക്കും. അപ്പോൾ ലഘുവായി ചികിത്സിക്കുന്നതും മാനസാന്തരമല്ല. Don't treat it lightly. നമ്മുടെ മാനസാന്തരമാകാതെ പോകുന്നത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കാം.
വാക്ക് 2 പ്രാവശ്യം വന്നുകൊണ്ട് ചിന്തയിൽ കുഴച്ചിൽ വരുന്നത്. നമ്മുടെ മാനസാന്തരമാകാതെ പോകുന്നത് മാനസാന്തരം ആഴത്തിലല്ലാത്തത് കൊണ്ടാണ്. തൊലിപ്പുറത്തുള്ള മാനസാന്തരമല്ല, മാനസാന്തരം ആഴത്തിലുള്ളതായിരിക്കണം. Repentance must be very, very deep, not skin deep. മാനസാന്തരം പുറമേ ഉള്ളതല്ല എന്ന് മാത്രമല്ല, ലഘുവായി ചികിത്സിക്കുന്നത് മാനസാന്തരമല്ല. ഇതിനകത്തൊക്കെ മെഡിക്കൽ കാര്യങ്ങൾ അറിയാവുന്നവർ ധാരാളം കാണും. കോർട്ടിസോൺ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അറിയാവുന്നൊരു മരുന്ന്. ഈ കോർട്ടിസോൺ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഹീലിങ്ങിന് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ അനേക ഗ്രാമങ്ങളിലൊക്കെ ഈ മുറിവൈദ്യന്മാരൊക്കെ അവര് മരുന്നിനകത്ത് പൊടിച്ചു കൊടുക്കുന്നതാണ് കോർട്ടിസോൺ. അപ്പൊ ഈ കോർട്ടിസോൺ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് രോഗം എന്തായാലും ശരി, അകത്ത് മുഴച്ചിൽ എന്തമായാലും ശരി, അതങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പെട്ടെന്നൊരു ഹീലിംഗ് ടെൻഡൻസിയാണ്. ആത്മീയ ജീവിതത്തിൽ കോർട്ടിസോൺ ട്രീറ്റ്മെന്റ് ഇല്ല, ലൈഫ് ട്രീറ്റ്മെന്റ് ഇല്ല, ലഘുവായുള്ള ചികിത്സ ഇല്ല. നാടുകളായി ഒന്നാലോചിച്ച് നോക്കി, എല്ലാ ധ്യാനയോഗത്തിലും പ്രതിഷ്ഠിക്കും, എല്ലാ കൺവെൻഷനിലും മാനസാന്തരം. ആ മാനസാന്തരമായി നിലനിൽക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം? മാനസാന്തരം തൊഴിൽപ്പുറമായ സ്കിന്നി ലഘുവായ സ്തോത്രം. നമ്മുടെ സ്വന്തം കാലയിൽ മുള്ളെടുക്കാൻ നോക്കിയിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടോ? ആ ബ്ലേഡ് കൊണ്ടാ എടുക്കുന്നതെന്ന് വിചാരിച്ചു നമുക്ക് തൊടാൻ അല്പം പ്രയാസമാണ്. കാരണം എന്താണെന്നറിയാം? ഷവോൺ സ്കിൻ. നമ്മുടെ സ്വന്തം സ്കിന്നിലോട്ട് കത്തി വെക്കുന്നത് വലിയ പ്രയാസമാണ്. ഞാൻ വലിയ സർജൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 100 കണക്കിന് സ്ത്രീകളെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ സ്വന്തം ഭാര്യയുടെ ഓപ്പറേഷൻ വരുമ്പോൾ വീട്ടുകാരനെ വിളിക്കും. എത്രയോ സ്ത്രീകളെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, എത്രയോ ഹിസ്റ്ററക്ടമി നടത്തിയിട്ടുണ്ട്. But when it came to his own skin, he can't do it. He wants somebody else. തനിയെ ചെയ്യാൻ കഴിയുന്നില്ല, വേറൊരാൾ വേണം. വളരെ പരമാർത്ഥമാണ് ആത്മീയമായി. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം. Lord, you search my life, because if I search my life, I will only cut it skin deep. ഞാൻ എന്റെ ഉള്ളിനെ നോക്കിയാൽ ഞാൻ അല്പമേ പൊട്ടിക്കത്തുള്ളൂ. അതുകൊണ്ട് നീ എന്നെ ശോധന ചെയ്യണം. വേതനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് ഞാൻ നോക്കുന്നില്ല, നീ നോക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ഈസി വേ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ നീ എന്നെ ശോധന ചെയ്യണം, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എനിക്ക് നേരമില്ല, ഐ എം വെരി ബിസി. യു സെർച്ച് മൈ ലൈഫ്, ഇഫ് there is any wicked way in me, you cleanse it. അതിനല്ല ദാവീദ് പ്രാർത്ഥിച്ചത്. ദാവീദ് പ്രാർത്ഥിച്ച കർത്താവേ അന്തരന്തരങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമേ, സന്ധിമത്യങ്ങളെ തുളച്ചു കയറുന്ന നിന്റെ വചനത്താൽ എന്റെ ഉള്ളിലേക്ക് നീ കാണുന്ന വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നീ നോക്കണം. നീ എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നയിക്കണം. അതുകൊണ്ട് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല, ആഴത്തിൽ ചികിത്സിക്കണം. എത്രയോ നാളുകളായി പ്രതിഷ്ഠിച്ചു, എത്രയോ നാളുകൾ ആവർത്തിച്ച് സാക്ഷ്യവുമാണ്. മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഇന്നും ഇറങ്ങാൻ കഴിയാത്തൊരു സഹോദരനോ ഒരു സഹോദരിയോ ദൈവവചനം ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് അതിന്റെ റീസൺ. Go deep in your personality. ദൈവത്തിന്റെ വാൾ ഇന്ന് രാത്രി, ദൈവത്തിന്റെ വചനമാകുന്ന വാൾ ഇന്ന് രാത്രി സന്ധികളെയും മജ്ജകളെയും തുളച്ചു കയറി ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് കടന്ന് ജീവിതത്തിന്റെ ചിന്തനങ്ങളെ ഒന്ന് ശോധന ചെയ്ത് ജീവിതത്തിന്റെ ഉൾ രഹസ്യങ്ങളെ ഒന്ന് ശോധന ചെയ്ത് കർത്താവേ തൊലിപ്പുറത്തൊരു ചികിത്സയായി എനിക്ക് ആവശ്യം. I don't want a treatment outside. Give me a treatment inside. നല്ല സർജൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ തൊട്ടാൽ സൗഖ്യമാകും, അവന്റെ കത്തി വെച്ചാൽ രാത്രിയിൽ സൗഖ്യമാകും. കർത്താവ് തുറന്നിട്ട് പഴകിപ്പോയെന്ന് പറയുന്നത് ലോകമനുഷ്യനാണ് പറയുന്നത്. 2 വർഷം മുമ്പേ വന്നിരുന്നെങ്കിൽ ശരിയായേനെ, ഒരു 5 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് കർത്താവ് പറയത്തില്ല. കർത്താവിന്റെ കത്തി വെച്ചാൽ അവൻ സൗഖ്യമാകും. ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആഴത്തിൽ മുറിക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിലേക്ക് കടന്നു വരുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. തീജ്വാലകളുടെ കണ്ണുള്ളവൻ നമ്മുടെ
ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എന്റെ വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നീ എന്നെ. ഒന്നാമത് മാനസാന്തരം എന്തല്ലെന്ന് ചോദിച്ചു. 3 കാര്യം ഞാൻ ആവർത്തിച്ചൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്ത് മാനസാന്തരമല്ല? ഒന്ന്, പുറമെ അണിയുന്നത് മാനസാന്തരമല്ല, എക്സ്റ്റേണൽ ഗാർമെന്റ്. രണ്ടാമതായി, ലഘുവായി ഉള്ളിരിക്ക വിതയ്ക്കുന്നത് മാനസാന്തരം അല്ല. 3, ലഘുവായി ചികിത്സിക്കുന്നത് മാനസാന്തരം. അങ്ങനെയാണെങ്കിൽ എന്താണ് മാനസാന്തരം? അതും 3 കാര്യങ്ങൾ നോക്കിക്കാട്ടെ. 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. വാട്ട് ഈസ് റിപ്പന്റൻസ്? എന്താണ് മാനസാന്തരം? നോക്കിക്കാട്ടെ. യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. മാനസാന്തരത്തിന്റെ 1-ാമത്തെ പടി എന്താണെന്നറിയാമോ? ഹൃദയത്തിന്റെ. ഈ കാലത്ത് ആ വാക്കൊക്കെ ഉപയോഗിച്ച് പ്രസംഗിച്ചാൽ ചില വണ്ടി തന്നെ ഇറങ്ങി വിടും. ദുഷ്ടതെന്നൊന്നും പറയാൻ ദുഷ്ടന്മാരാണെന്നോ പാപിയാണെന്നോ ആ വാക്കൊന്നും ഉപയോഗിക്കലാണ് നിബന്ധന. സെമിനാരികളിൽ നിന്ന് വരുന്ന ദൈവവചനം പറയുന്നു ഹൃദയത്തിന്റെ ദുഷ്ടത. ഞാൻ പലപ്പോഴും ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം, നമ്മുടെ കണ്ണ് വേണ്ടാത്തടത്തൊക്കെ നോക്കും, നമ്മുടെ കൈ ചെയ്യാത്തതൊക്കെ ചെയ്യും. ഈ കണ്ണിന്റെ ഞരമ്പിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല അരുതാത്തടത്ത് നോക്കുന്നത്. നത്തിങ് റോങ് വിത്ത് അവർ നെർവ്സ്. അരുതാത്തടത്ത് നോക്കുന്നത് കണ്ണിന്റെ കുഴപ്പമല്ല, നെർവിന്റെ കുഴപ്പമല്ല. പ്രോബ്ലം ഈസ് ഇൻ അവർ ഹാർട്ട്. അപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന കുഴഞ്ഞിട്ട് എന്റെ കർത്താവ് ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്ന് ചിന്തിക്കും. Lord, how in the world did I come here? Why did I do this? Nothing wrong with the body members. The problem is within your heart. എന്തുകൊണ്ട് അവിടെ വന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അശുദ്ധിയുണ്ട്. We behave the way we behave because our heart is full of wickedness. നമ്മുടെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുക. മാനസാന്തരപ്പെടണമെങ്കിൽ ആദ്യം അവിടെ ഒന്ന് കഴുകണം, അവിടെ ഒന്ന് ശുദ്ധീകരിക്കണം. അത് കഴുകാൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു മനഃശാസ്ത്ര വിദഗ്ധനും കഴിയത്തില്ല, ഒരു കൗൺസിലിംഗ് സെന്ററിലും സാധ്യമല്ല, ഒരു മനോരോഗ വിദഗ്ധനും സാധ്യമല്ല. Only God can touch your life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ആത്മാവിന്റെ ഉള്ളത്തെ സ്പർശിക്കുവാൻ കഴിയുന്നുള്ളൂ. സൈക്കാട്രിസ്റ്റ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, I can treat people's madness but not their badness. വളരെ ശരിയാണ്. മനുഷ്യന്റെ ഭ്രാന്തി ചികിത്സിക്കാൻ എനിക്ക് കഴിയും, എന്നാൽ മനുഷ്യന്റെ അശുദ്ധിക്ക് ആകാത്ത ജീവിതത്തിന് ചികിത്സിക്കാൻ എനിക്ക് കഴിയും. Only Jesus can do that. ഹൃദയത്തിന്റെ ഉള്ളിലെ അശുദ്ധികൾ, നാളുകളായി കുമിഞ്ഞുകൂടിയിരിക്കുന്ന അശുദ്ധികൾ, പാപക്കറകൾ, ദുഷ്ടത കഴുകുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ പക്കൽ ഒറ്റ സ്ഥലമേ ഉള്ളൂ. നസ്രായനായ യേശുവിന്റെ രക്തം. സ്നേഹിതനെ, ഇതുവരെ ജീവിതത്തിന്റെ അന്തരംഗങ്ങൾ ഇതുവരെ നീ കഴിവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് ആരംഭിച്ചിട്ട് കടന്നു പോകണം. ഹൃദയത്തിന്റെ ഉൾഭിത്തികളൊന്ന് കഴുകണം, ഹൃദയത്തിന്റെ അന്തരംഗം ഒന്ന് ശുദ്ധീകരിക്കപ്പെടണം. യേശുവിന്റെ രക്തം സകല ഭാവവും നോക്കി. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പറയും, താല്പര്യം ചില നമ്മുടെ ബാത്റൂംസിലൊക്കെ കയറി ഷാംപൂസിന്റെ കളിയാണ്. നോർമൽ സ്കിന്ന്, അബ്നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, എന്ത് വേണം, നോർമൽ ഹെയർ, അബ്നോർമൽ ഹെയർ, ഏത് പരിപാടിയിലുള്ളവർക്കും ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാം, ഇതിന്റെ ഈ ഷാമ്പു കുപ്പിയുടെ കളർ ഷെയ്ഡ് എന്നെ വളരെ ആവശ്യമുള്ളൂ. പിങ്ക് ആണോ പിങ്ക് അല്ല, എന്നാൽ വളരെ നല്ല ഡാസ്ലിംഗ് പിങ്ക് ഇങ്ങനെ നേരത്തെ. അപ്പൊ ഇത് കാണുമ്പോ എന്റെ ഉള്ളിനോട് സംസാരിക്കുന്ന ഒരു ആലോചനയുണ്ട്. ഷാമ്പു കുപ്പികൾ നിറഞ്ഞിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? പല മനുഷ്യരെ, പല ശരീരങ്ങളെ വെടിപ്പാക്കണമെങ്കിൽ പലത് വേണം. ദൈവത്തിന്റെ കുളിപ്പരയിൽ ഒറ്റ കുപ്പിയുള്ളൂ, ഒറ്റ കുപ്പി ഷാമ്പു. അവന്റെ പുത്രന്റെ രക്തമാണ്. അത് വ്യഭിചാരിണിയെ ശുദ്ധീകരിക്കും, നിക്കോദീമോസിനെ ശുദ്ധീകരിക്കും, ഏത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് ഒരു കുപ്പിയാണ്. രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതനെ, ഒരുപക്ഷെ എന്റെ ജീവിതം കുഴഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും. ലോകത്തിന് മുമ്പിൽ നീതിമാനെന്ന് തോന്നുന്നുണ്ടാവും. എന്നാൽ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ എന്റെ കർത്താവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരനെ, ജീവിതത്തിന്റെ ആന്തരംഗങ്ങളിൽ, ആരും അറിയാത്ത മേഖലകളിൽ നാടുകളായി ജീവിതം ദൈവത്തിൽ നിന്നും മാറി
യൗവനക്കാരോട് പറയുമ്പോൾ ഞാൻ പറയും, കുഞ്ഞുങ്ങളെ, ഇത് പ്രസംഗിക്കുന്നത് ഒരു സുവിശേഷകന്റെ മകനായതുകൊണ്ടല്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് കൊണ്ടല്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, എന്റെ ഉള്ളത്തെ കഴുകിയ ഒരു ദൈവമുണ്ട്, എന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ചൊരു ദൈവമുണ്ട്, എന്റെ ഹൃദയബുദ്ധിയെ കഴുകി വെളുപ്പിച്ച് ഹിമം പോലെ വെണ്മയാക്കിയ ഒരു ദൈവപുത്രനുണ്ട്. അവൻ ഇന്ന് രാത്രി ഹോളിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. നാളുകളായി ഉള്ളിലുള്ള മാലിന്യത്തെ കുറിച്ച് ഭാരപ്പെട്ട് ഉള്ളിൽ വ്യഥയോടുകൂടി ഇരിക്കുന്ന ഒരു യുവ സഹോദരനോ യുവ സഹോദരിയോ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നിന്റെ ഉൾ ജീവിതത്തെ കുറിച്ച് നിനക്ക് തന്നെ നോക്കുവാൻ ഭയത്തോടുകൂടെ ഉള്ളവന്ന് തുറന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയും. വെണ്മയുള്ളതാക്കി ഇതിന്റെ നടുവിൽ നിന്ന് കടന്നു പോകാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടി ക്ലെൻസിംഗ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ശുദ്ധീകരണം. ദൈവത്തിന്റെ പുത്രന് മാത്രമേ കഴിയുള്ളൂ. അവന്റെ പുത്രനായ യേശുവിനെ സകലവാഹവും നോക്കി ശുദ്ധീകരിക്കും. രണ്ടാമത് നോക്കാട്ടെ, 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. തൊട്ടാതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം. So second one is circumcision of the heart. മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ പടി ക്ലെൻസിംഗ് അല്ല, ക്ലെൻസിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ പടി സർക്കംസിഷൻ, ഹൃദയത്തിന്റെ പരിച്ഛേദന. ഇസ്രായേൽ ജനത്തിന്റെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ അറിയാമായിരുന്നു. അവർക്കത് ശാരീരികമായി ഫിസിക്കലായി ചെയ്യുന്ന ഒരു കാര്യം. എന്തിനാ ഫിസിക്കലായി ചെയ്തതെന്ന് ചോദിച്ചാൽ, ജനത്തിന്റെ വേർപാട് കാണിക്കുവാൻ, ദൈവത്തോടുള്ള ഉടമ്പടി കാണിക്കുവാൻ, കവനന്റ് ദൈവത്തോടുള്ള ഉടമ്പടി കാണിക്കുവാനായി ശാരീരികമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. വി ആർ സെപ്പറേറ്റ് പീപ്പിൾ, വി ആർ സെപ്പറേറ്റ് നേഷൻ. ഞങ്ങൾ വേറൊരു ജാതിയാണ്, ഞങ്ങൾ വേറൊരു വർഗമാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുവാനായി അവർ ശാരീരികമായി ചെയ്തൊരു ക്രിയയാണ് സർക്കംസിഷൻ. എന്നാൽ ദൈവത്തിന്റെ ദാസനും കൂടെ അവരോട് പറയുകയാണ്, സർക്കംസിഷൻ ഓഫ് ദ ബോഡി അല്ല, ശരീരത്തിന്റെ പരിച്ഛേദനയല്ല ജനമേ ആവശ്യം, ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കപ്പെടണം. അപ്പോൾ വേർപാട് എവിടെ വേണ്ടിയെന്നറിയാം? വേർപാട് ഹൃദയത്തിലാണ്. പലതിനോട് നമ്മളെ ഫിസിക്കലായിട്ട് മാറിയിരിക്കുക. ചിലതൊന്നും നമ്മുടെ കയ്യിൽ അടുത്ത വീട്ടിലേക്കുള്ളൂ, ചിലതൊന്നും നമ്മുടെ കയ്യിൽ ആഫീസ് വെച്ചിട്ടുണ്ട്. We keep it separate. We keep it away from our eyes. But is it away from your heart? ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? അതാ വേർപാട്. ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു രജിസ്ട്രേഷൻ, ഞങ്ങളുടെ മിഷൻ ഫീൽഡ്സിലൊക്കെ ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും യൗവനക്കാരും യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്. ചിലപ്പോഴൊക്കെ ചില ലവ് അഫെയർസ് ഒക്കെ ഉണ്ടാകും. Sometimes it may not be in God's will. മുതിർന്നവരൊക്കെ ആലോചിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ ആ രണ്ടുപേരെയും ആ ഫീൽഡിൽ നിന്ന് മാറ്റും. ഒരാളെ എടുത്ത് ചിലപ്പോൾ അങ്ങ് ഉത്തർപ്രദേശിൽ വെക്കും, വേറൊരാളെ എടുത്ത് അങ്ങ് ആന്ധ്രയിലോട്ട് വിടും. അപ്പോൾ ഓർക്കണം, ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഈ ബന്ധമൊന്ന് വേർപെടുത്താൻ മൈലുകൾ ആളുകളെ അങ്ങോട്ട് നീക്കുക. ഒരാൾ ഉത്തർപ്രദേശിൽ പോയതുകൊണ്ടോ വേറൊരാൾ ആന്ധ്രയിൽ പോയതുകൊണ്ടോ പാർട്ട്ണർ ആന്ധ്രയിൽ പോയതുകൊണ്ടോ അവരുടെ വേർപാട് വന്നോ? വേർപാട് വന്നില്ല. വേർപാട് വരണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. ഒരാളെ കാശ്മീരിലും മറ്റേയാളെ കന്യാകുമാരിയിൽ വിട്ടാലും ഹൃദയത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ലെങ്കിൽ അത് വേർപെടുന്നില്ല. We can do the physical separation, but the separation has to come from the heart. പാപത്തോട് പലതിനോടും നമ്മളിങ്ങനെ ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഇന്ന് മനസ്സാന്തരത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സാന്തരം എങ്ങനെയാണ് നാം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നതെന്ന് അറിയാമോ? വി ആർ കീപ്പിംഗ് എ ഫിസിക്കൽ ഡിസ്റ്റൻസ്. പലതും നമ്മുടെ കയ്യിലില്ല, നോട്ട് വിത്ത് us, നോട്ട് ഇൻ അവർ ഹോം, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ അവർ ഹാർട്ട്. പലതും നാം ദൂരെ വെച്ചിരിക്കുക, എന്നാൽ നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ മാനസാന്തരമാകണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വേർപാട് ആവശ്യമാണ്. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പലതിനോട് വേർപെടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടും ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ നിന്ന് മാറ്റുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ ആന്തരികമായുള്ള സർക്കംസിഷന് തരുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. Only the Spirit can do that.
എന്താ ആത്മനിറവെന്നറിയാം, എന്താ പരിശുദ്ധാത്മനിറവെന്നറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഒരുവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആശകളും ആഗ്രഹങ്ങളും ഇച്ഛകളും താല്പര്യവും ദൈവത്തിന് വിരോധമായി പോകുന്ന എല്ലാം ഉയർത്തുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തി മാറ്റുമ്പോൾ ആത്മനിറവിലാകുകയാണ്. അതുകൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ആവശ്യമാണ്. രാത്രി നമുക്കൊരു ആവശ്യമാണ്. മാനസാന്തരമാക്കണമെന്ന്. If our repentance is to become true repentance and conversion, we need circumcision of the heart. മൂന്നാമത്തെ കാര്യം ഇതാണ് മുഖ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ പടി ക്ലെൻസിംഗ് ഓഫ് ദ ഹാർട്ട്. രണ്ടാമത്തെ പടി സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന് മനസ്സിലായത്. മൂന്നാമത്തെ പടി 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഒഴിവിൽ brokenness of the heart. എന്താ മാനസാന്തരം? നുറുങ്ങിയ ഹൃദയം, തകർന്ന ഹൃദയം. നമുക്ക് ആ ഭാഷ അറിയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നുറുങ്ങിയ ഹൃദയം, തകർന്ന ഹൃദയം ഒക്കെ പറഞ്ഞു അതിന്റെ ആന്തരികമായ അർത്ഥം നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. വാട്ട് ഈസ് ബ്രോക്കൺനെസ്? എന്താണ് നുറുങ്ങിയ ഹൃദയം? ദൈവം അതിൽ പ്രസാദിക്കുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ചു ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. അതെവിടെ നനയ്ക്കുന്നതെന്ന് അറിയാമോ? എവിടെ ഉഴുതു മറിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ നദിയിൽ നിന്ന് വെള്ളം വന്നത്. വാട്ട് ഈസ് ബ്രോക്കൺനെസ് ഓഫ് ദ ഹാർട്ട്? നമുക്ക് ചിന്തിക്കാം. ഹൃദയം നുറുങ്ങിയവൻ യഹോവ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കും. തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ ഗോഡ്സ് ബ്ലെസ്സിംഗ്, ദൈവത്തിന്റെ അനുഗ്രഹം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഒറ്റ കണ്ടീഷനെ വെച്ചു, നുറുങ്ങിയ ഹൃദയം. എവിടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ തകരുമോ അവിടെ ദൈവാനുഗ്രഹമുണ്ട്. എവിടെ വിനയപ്പെടുമോ സാധിക്കേണ്ട നിലവിളിക്ക് ദൈവം ഉത്തരം കൊടുക്കും. ദൈവം എവിടെ നാം ഹൃദയം നുറുങ്ങുമോ ആരാ സാധിക്കുന്നത് അറിയാമോ? ദൈവസന്നിധിയിൽ ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്ന, കുറവുണ്ടെന്ന് സമ്മതിക്കുന്ന, നുറുങ്ങിയ ഹൃദയമാണെന്ന് സമ്മതിക്കുന്ന, ദൈവസന്നിധിയിലേക്ക് വിനയപ്പെട്ടു വരുന്ന ഏത് ജീവിതത്തിലേക്ക് ദൈവം സന്ദർശിക്കും. വാട്ട് ഈസ് ബ്രോക്കൺ? കണ്ണുനീരാണോ? പ്രാർത്ഥിക്കുന്നുണ്ടെ കണ്ണുനീര് വരുന്നതാണോ? ദാറ്റ് ഈസ് നോട്ട് ദ ഷുവർ സൈൻ. ബ്രോക്കൺനെസിന്റെ തെളിവാകണമെന്നില്ല. കണ്ണുനീര് നല്ലതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരയാറുണ്ട്, പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ കരയാറുണ്ട്, പാടുമ്പോൾ കരയാറുണ്ട്. എന്നാൽ കരയുന്നത് കൊണ്ട് ബ്രോക്കൺനെസ് ഉണ്ടെന്നുള്ളതിന് തെളിവല്ല. ഇനിയുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് നുറുങ്ങിയ ഹൃദയത്തിന്റെ തെളിവ്? ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഹൃദയം നുറുങ്ങാതെ കാര്യമില്ലയോ? നീ ചിന്തിച്ചു നോക്കി. നമ്മുടെ ജീവിതത്തിന്റെ ചില ഏടുകളിലേക്കൊക്കെ ഒന്ന് പോയാൽ അതുകൊണ്ട് ബ്രോക്കൺനെസ് ഇല്ലാതെ, നുറുക്കമില്ലാതെ കരയാൻ കഴിയും. എന്നാൽ എന്താണ് നുറുങ്ങിയ ഹൃദയത്തിന്റെ തെളിവ്? 4 തെളിവുകൾ പറയാനാണ്. ഒന്ന്, പാപബോധം. ദാവീദ് നുറുങ്ങിയ ഹൃദയത്തിന്റെ ഉടമയാണ്. വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം കേട്ടു. സ്വർഗ പ്രാർത്ഥന കേട്ട് അവനെ കടാക്ഷിച്ചു, അവനെ ശുദ്ധീകരിച്ചു, രക്ഷയുടെ സന്തോഷം മടങ്ങി കൊടുത്തു. കാരണം എന്താണെന്നറിയാമോ? നുറുങ്ങിയ ഹൃദയം, പാപബോധമുള്ള ഹൃദയം. ഇത് നഷ്ടപ്പെട്ടിരിക്കുന്ന എന്തോന്നറിയാമോ? പാപബോധം എന്ന് പറയുന്നത് നമ്മുടെ നടുവിൽ നിന്ന് പോയിരിക്കുകയാണ്. നമ്മൾ പാപമില്ലെന്ന് നാം പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നുറുങ്ങിയ ഹൃദയമുള്ളവൻ എപ്പോഴും പാപബോധമുള്ളത്. ദാവീദ് എന്താ പറഞ്ഞതറിയാമോ? ദൈവമേ, എന്റെ പാപം എപ്പോഴും എന്റെ കണ്ണിന് മുമ്പിൽ. ഒരു കരിഞ്ഞ കൈ അടുത്തിടയിൽ, കർത്താവേ ഞാൻ തെറ്റ് ചെയ്തു പോയി. ലോർഡ് ഐ സിൻഡ്. ഞാൻ എല്ലാവർക്കും ചെയ്തു. കർത്താവെ അശുദ്ധിയിൽ ഇടപെട്ടു. എന്റെ കർത്താവെ, എന്റെ വായിൽ നിന്റെ വാക്ക് വരരുതായിരുന്നു. അത് വന്നുപോയി. When did you last confess your sin? ഏറ്റവും അടുത്തിട പാപബോധത്തോടുകൂടെ കരുതൽ എന്നാണ്. We cannot even remember. രക്ഷിക്കപ്പെട്ട ദിവസം 15 വർഷത്തിന് മുമ്പ് നാം കരുതി. അതിനുശേഷം കരുതിയിട്ടുണ്ടോ? Broken heart, sensitive to sin. പാപം ചെയ്തു കഴിഞ്ഞാൽ പാപം ചെയ്തു എന്ന് ഓർമ്മയുള്ളതാണ് നുറുങ്ങിയ ഹൃദയത്തിന്റെ തെളിവ്.
പാടില്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലം അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, പാപബോധമുള്ളവരായി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിച്ചപ്പോൾ അവരൊരു ദോഷവും ചെയ്തതായി ദൈവവചനം പറയുന്നില്ല. എന്നാൽ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ദൈവമേ ഞങ്ങൾ പാപം ചെയ്തു. ദാനിയേൽ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, ദൈവമേ ഞാനും എന്റെ ജനവും പാപം ചെയ്തു. പാപത്തെ പാപമെന്ന് വിളിക്കണം. കോപിച്ച് കഴിയുമ്പോ ഞങ്ങളുടെ പാരമ്പര്യമാണ് പറയുന്നത്. ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ അതിന്റെ ഞരമ്പിന്റെ വിലങ്ങിനെയാണെന്ന് പറയുന്നത്. പാപത്തെ പാപമെന്ന് പറയണം. ജീവിതത്തിൽ അരുതാത്തത് വന്നു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെടണം. നുറുങ്ങിയ ഹൃദയം. ദൈവാനുഗ്രഹം വേണമോ? ദൈവഗ്രഹം വേണമോ? ഒറ്റ വഴികളുണ്ട്. നുറുങ്ങിയ ഹൃദയം. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നു. God's blessing is at your doorstep. Only one step away. God demands confession of sin. പാപബോധത്തോടുകൂടെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്. ദൈവം മാത്രമേ അനുഗ്രഹങ്ങളായിരിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ മനസ്സ് തരുന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാനൊരു ഇലസ്ട്രേഷൻ പറയാം. എനിക്കായി മുറിവേറ്റ തൃക്കാലങ്ങൾ മടങ്ങി വരുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചത്, ദൈവമേ കൂട്ടായ്മയിലുള്ളവരോ ഇടവകയിലുള്ളവരോ ഇത്ര വെളുപ്പാൻ കാലത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ മനസ്സിലാക്കിയാൽ അവിടെ തെറ്റിദ്ധരി. ഈ മനുഷ്യൻ എന്തിനാ ഇത്രയും വെളുപ്പാൻ കാലം ഈ സമയത്ത് ഇവിടുന്ന് വരാൻ കാര്യം? പ്രത്യേകിച്ച് ആത്മീയരാണല്ലോ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഭാരപ്പെട്ടു. എന്ത് ചെയ്യും? അദ്ദേഹം ഉടനെ ഒരു പോക്ക് വഴി കണ്ടുപിടിച്ചു. വരുന്ന വഴിയായിരുന്നു പോസ്റ്റ് ഓഫീസ്. അവിടം വരെ ആരും കണ്ടുമുട്ടിയില്ല. പോസ്റ്റ് ഓഫീസിൽ കയറി അവിടെ ഇരുന്നു. പോസ്റ്റ്മാൻ വരുന്നിടം വരെ. പോസ്റ്റ്മാൻ വന്നപ്പോൾ ലെറ്ററിന്റെ കൂട്ടത്തിൽ തനിക്ക് ഒരു ലെറ്റർ ഉണ്ട്. സന്തോഷമായി കയ്യിൽ ആ ലെറ്റർ എടുത്തോണ്ട് ഇങ്ങനെ നടന്നു പോരുകയാണ്. നടന്നു
ഒരു കൂട്ടു സഹോദരൻ വഴി വെച്ച് കാണിച്ചു. വഴി വെച്ച് കണ്ട മാത്രമേ ചോദിച്ചു, എവിടെ പോയിരുന്നു? മറുപടി ഒന്നും പറഞ്ഞില്ല. കയ്യിലിരുന്ന് എഴുത്തി ഇങ്ങനെ മുക്കിക്കാണിച്ചു. Where did you go? പോസ്റ്റ് ഓഫീസിൽ പോയെന്നും പറഞ്ഞില്ല, ആ വീട്ടിൽ പോയെന്നും പറഞ്ഞു. എവിടെ പോയിരുന്നു? ജയിച്ചു. സന്തോഷമായി കേട്ടോ. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇനി എഴുതിക്കേണ്ടതില്ലല്ലോ, ആരും തെറ്റിദ്ധരിക്കുകയില്ലല്ലോ. വളരെ സന്തോഷമായിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിച്ചു. സൺ, where did you go? മോനെ, നീ എവിടെ പോയിരുന്നു? ആ മനുഷ്യൻ നടു റോഡിൽ പൊട്ടിക്കരഞ്ഞു. കർത്താവേ, ഞാൻ മോഷ്ക്ക് പറഞ്ഞു. Lord, I told a lie. That is sensitive to sin. Sensitivity to sin. അതാണ് പാപബോധം. അനുഗ്രഹം വേണമോ, ദൈവകൃപ വേണമോ, ദൈവത്തിന്റെ ആത്മമാരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമോ, പാപബോധമുള്ള മനസ്സുണ്ടാകണം. നമ്മുടെ ഉള്ളത്തിൽ പാപബോധം വന്നിട്ട് നാളുകളായി. മോഷ്ക്ക് പറഞ്ഞാൽ കുറ്റബോധമില്ല, തെറ്റ് ചെയ്താൽ കുറ്റബോധമില്ല, അരുതാത്തത് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ പാപബോധമില്ല, ഉള്ളം പുകയുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഹൃദയം നുറുങ്ങിയിട്ടില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്തെ മനസ്സ് തലവറിയവൻ. ആദ്യം ചോദ്യം വീണ്ടും ചോദിക്ക് വരാതിരിക്കുന്നു. ഏറ്റവും അവസാനമായി കൂട്ടായ്മയ്ക്ക് പോയത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. When did you last fall before God and say, Lord, I was sorry. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് ദൈവസന്നിധിയിൽ ഇങ്ങനെ വിളിച്ച് കേട്ടതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ മനസ്സിലാകുന്നവരെയാണ്. സെക്കൻഡ് സൈൻ, ബ്രോക്കൺനെസിന്റെ രണ്ടാമത്തെ സൈൻ, ക്ഷമിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കും. എല്ലാവരോടും ക്ഷമ എളുപ്പമാണ്. എന്നാൽ മറ്റുള്ളവരോട് ഉള്ളതിന് കൈപ്പെടുത്തി ആദ്യം ക്ഷമിക്കാൻ എളുപ്പമാണ്. തെറ്റുപോയി കഴിഞ്ഞാൽ എല്ലാവരോടും ചെന്ന് താനെ ക്ഷമിക്കണം, സഹോദര ക്ഷമിക്കണം, സഹോദരി ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയ വാക്കൽപ്പം കൂടിപ്പോയി ക്ഷമിക്കണം, അച്ഛനോട് വരെ പറയും. പക്ഷേ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമോ? എല്ലാ പ്രാവശ്യവും കർത്താവിന്റെ പ്രാർത്ഥനയോട് പറഞ്ഞു, നമ്മുടെ കർത്താവിനോട് ഞങ്ങൾ ക്ഷമിച്ച് ഇരിക്കുന്നത് പോലെ. Do we really forgive? Remember, only a broken heart can forgive. നുറുങ്ങിയ ഹൃദയത്തിന് മാത്രമേ ക്ഷമിക്കാറുള്ളൂ. ക്ഷമിക്കാൻ ഒക്കാത്തത് രഹസ്യമാണ്. ഹൃദയം നുറുങ്ങി. ഒരു സഹോദരന്മാരെ കാണുമ്പോൾ പലതും ക്ഷമിച്ചിരിക്കുക, പക്ഷെ ഇതുവരെ മറന്നിട്ടില്ല. ഓർമ്മയിൽ പോകത്തില്ലെന്ന് പറയും. ഓർമ്മയിലൂടെ പോകും. ഹൃദയം നുറുങ്ങും. ആരോടെങ്കിലും കയ്യിലെ ഭാവമുണ്ടോ? വിദ്രോഷമുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ രണ്ട് ദിവസങ്ങളിൽ ദൈവത്തിനും വീട്ടിൽ ശ്രദ്ധിക്കാനാണ് കാണുകയില്ല. ഈ യോഗങ്ങളുടെ ഉദ്ദേശം അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളതാണ്. Is there bitterness to anybody? Is there ill feeling to anybody? God wants you to forgive. നുറുങ്ങിയ ഹൃദയത്തിന് മാത്രമേ ക്ഷമിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിക്കുക, അവിടെ ഉദാഹരണം പുരുഷനോടൊന്ന് തുടങ്ങിയാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ ആകൃത്യ നിമിത്തമാണ് മുറി വെച്ചു. നമ്മുടെ ആകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു കുറിച്ചിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? പിതാവ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. ഇവരോട് only a broken heart can forgive. രാത്രി കൈപ്പോടുകൂടെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഒരേ കാലം ഇങ്ങോട്ടേക്ക് പോകുന്നെങ്കിലും സംസാരിക്കാതെ വന്നിട്ടുള്ളവരുണ്ടാണ്. ഇനിയും തിരിച്ചു വന്നാൽ സംസാരിക്കാൻ പദ്ധതി ഇല്ലാത്തവരും ഇതിനകത്തുക. ഒരാഴ്ചത്തേക്ക് ക്ഷമിക്കാൻ പരിപാടി ഇല്ലാതെ ഇതിന്റെ നടുവിൽ വന്നിട്ടുള്ളവരുണ്ടാണ്. My friend, may I tell you, you cannot forgive because you are not broken. ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ രഹസ്യം നീ നുറുങ്ങി
വീട്ടുകാർക്ക് അത്രയും ആത്മീയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പള്ളി പോകും, പക്ഷെങ്കിൽ ഈ മുതലാളിയുടെ ബൈബിൾ ക്ലാസ്സിന് പോകണം, അങ്ങനെ വെസ്റ്റേണില്ല. അപ്പൊ അവിടെ വീക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. എന്നാൽ ഇവർക്ക് വലിയ ആഗ്രഹം, അവർക്ക് ഈ ബൈബിൾ ക്ലാസ്സിന് പോയത്. അപ്പോൾ ഇദ്ദേഹം ആഫീസിൽ 6:30 വരും. പാശ്ചാത്യ ലോകത്തിലെ പോലെ ഡിന്നർ ഏർലിയാണല്ലോ, അവിടെ 6:30 ഭക്ഷണം കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബുധനാഴ്ച റെഡിയാണ്. കാരണം ഇതൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അനുവാദമൊക്കെ മേടിച്ച് ബൈബിൾ പഠിക്കുന്നു. ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് വൈരാഗ്യം തോന്നി. ഇത്ര നാൾ പറഞ്ഞിട്ട് ഇവർക്ക് ഒന്ന് കേൾക്കാൻ മനസ്സിലല്ലോ, എങ്ങനെയാണ് നമുക്ക് സമ്മതം വാങ്ങി മൂക്കി മോളെ ഒരു അനുവാദം വാങ്ങിക്കൊണ്ട് പോവുക. പോയി കഴിഞ്ഞപ്പോൾ വിരോധമായി. അദ്ദേഹം വാഴ നടച്ച് കുറ്റി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഷവറിങ്ങും കഴിഞ്ഞ് നേരത്തെ കിടന്നു ഉറങ്ങും. ഇവിടെ 9 മണിയായപ്പോൾ ബൈബിൾ സ്റ്റഡി ഒന്ന് കഴിഞ്ഞ് മടങ്ങി വന്നു. കോളേജിൽ നിൽക്കുന്നു, വാതിലിൽ ഇരിക്കുന്നു. ആരറിയാൻ ഒരനുഭവമില്ല. നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തുടങ്ങിയാണ് ഇഷ്ടപ്പെടാൻ കാരണം ആ ഫ്രണ്ട് ഡോറിൽ, ലിവിംഗ് റൂമിന്റെ ഫ്രണ്ട് ഡോറിനോടാണ് ചായയിൽ അവിടെ നീങ്ങുന്നത്. അല്പതാണുകൊണ്ട് ഒരു ഷോൾ കയ്യിലുണ്ടായിരുന്നു. ആ ഷോൾ എടുത്താൽ കുറച്ച് ആ ഫ്രണ്ട് ഡോറിനോട് ചായയിൽ ആ സ്ത്രീ അവിടെ നീങ്ങുന്നു. 10 മണി 11 മണി ഞാൻ ആ പുസ്തകത്തിൽ ലവിനെ കുറിച്ച് സ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം. ആ പുസ്തകം എഴുതിയ ആൾ പറഞ്ഞു, ആ സ്ത്രീ അവിടെ 11 മണിയായപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയത്. ഞാൻ ഉടനെ ചിന്തിച്ചു, ഞാനായിരുന്നെങ്കിൽ അവ ഇരുന്നേ, പക്ഷെ ഉറങ്ങില്ല. ഒരു കടലാസെടുത്ത് പിറ്റേ ദിവസം പറയുന്നത് എന്താണെന്ന് 1 2 3 4 ഓപ്പണായ വാഴപ്പാടും മറന്നു 10-15 വർഷം ഒരുമിച്ച് ജീവിച്ചത് എന്നെല്ലാം പറയാൻ നമുക്ക് കാണും. അതൊക്കെ ഒന്നിച്ച് പറയാൻ മറന്നു പോകും. അതുകൊണ്ട് ഒരു കുറുപ്പണി എടുത്തിട്ട് 1 2 3 4 ആദ്യത്തെ ദിവസം മുതൽ കണ്ടുമുട്ടിയ ദിവസം മുതൽ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ക്രമമായിട്ട് എഴുതി. സ്ത്രീ അത് ദൈവമില്ല നുറുങ്ങി അവർ ഇരുന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്തു, നേരം എഴുന്നേറ്റു. ഈ രാത്രി ചൂടായാലും നേരം വെളുക്കുമ്പോൾ താങ്ങി ഇല്ലയോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അറ്റ്മോസ്ഫിയറിന്റെ പ്രയാസങ്ങളായിരിക്കും. അന്തരീക്ഷവും നടക്കും, മനസ്സും നടക്കും. അങ്ങനെയാണ് കുടുംബജീവിതം നയിക്കുന്നവർക്ക് എല്ലാം അറിയാം. രാത്രിയിൽ ആത്മ ചൂടായിരുന്നെങ്കിൽ നേരം വെളുക്കുമ്പോൾ അടുത്താവും ഒരു മാനസാന്തരം ഒക്കെ ഉണ്ട്. നമ്മുടെ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തടുത്തു. അയ്യോ പുറത്തിട്ട് അടച്ചല്ലോ, പുറത്ത് തേങ്ങയുടെ കൂടെ ഓടി വന്ന് വാതിലിങ്ങോട്ട് തുറന്നു. അപ്പൊ ഇതെല്ലായിരിക്കില്ല, മറിഞ്ഞ് വീണോട് വീണു. വീണ ഉടനെ എഴുന്നേറ്റ് കണ്ണു തുറന്നിരുന്നേറ്റു. അപ്പൊ മുമ്പിൽ കാണുന്ന ആരെയാണെന്നുള്ളത് ഒരു രാത്രി മുഴുവൻ തണുപ്പുള്ള രാത്രിയിൽ പുറത്ത് തടച്ച ക്രൂരനായ ഭർത്താവ്. അടുത്ത ഈ സെന്റൻസാണ് എന്നെ സ്പർശിച്ചത്. എന്നും രാവിലെ ചോദിക്കാറുള്ള ചോദ്യം, എന്നും പ്രവാസത്തിൽ തന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാറുള്ള ചോദ്യം, ആ സ്ത്രീ കണ്ണു തുറന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ചോദിച്ചു, "Dear, what can I make for breakfast this morning?" പ്രിയപ്പെട്ടവനെ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒന്നുണ്ടാക്കാം. എന്തിനിങ്ങനെ ചെയ്യുന്നോ? കഠിനമായി പോയതോ? ഇത്രയും വേണ്ടായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഒരു വാക്ക് പറഞ്ഞു, "What can I make for breakfast this morning?" രാവിലെ പ്രഭാത ഭക്ഷണത്തിന് എന്നുള്ള ആ ചരിത്രവിധിയാണ് പറയുന്നത്. ആ മനുഷ്യൻ അവിടെ നിന്ന് മുഴുകിപ്പോയി. മാനസാന്തരത്തിൽ ആ തീ വിടാത്തത് തമ്മിൽ ആ ആത്മാവിൽ ജ്വലിക്കാത്ത ഒരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതം ഉരുകിയാൽ, നിന്റെ ജീവിതം തുടങ്ങിയാൽ അതിന്റെ മുമ്പിൽ അനേക കല്ലുകൾ ഒഴുകും. ഒരുപക്ഷെ കുടുംബത്തെ പറ്റി ഭാരമുള്ളവർ ഇതിന് നടുവിൽ കാണും, കുഞ്ഞുങ്ങളെ പറ്റി ഭാരമുള്ള
ചെയ്യാറില്ലാത്തത് കൊണ്ട് പ്രതികാരമില്ലെന്ന് നമ്മുടെ ചിന്ത. We think we don't have revengeful attitude. You know why? Because we don't do it. Why we don't do it is because we can't do it. പലരും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ പേരായിട്ട് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ പേരായിട്ട് മുമ്പിന് പേര ഉണ്ടായിരുന്നെങ്കിൽ, അതിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, you know how many things we would have done? ചിലരെയൊക്കെ ഗൾഫിന്റെ പ്രദേശത്തുനിന്ന് കെട്ടിക്കാനുള്ള വൈരാഗ്യം നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മുടെ പേരായിട്ട് അനുവാദവും അധികാരവും ഒന്നും ഇല്ല. നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാവന എന്റെ ഉള്ളിൽ കൂടെ വന്നു. രാത്രി ചിലപ്പോൾ കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന തലവണ ഉദ്ദേശിച്ചവൻ ഞെക്കും. തലവണമൊന്നുമില്ല, ചിലരുടെ കാര്യമൊക്കെ ഓർക്കുന്ന ഉടനെ അവരെ പിടിച്ച് നോക്കിയാൽ നമ്മളെ തിരിച്ചു നിൽക്കും. അതുകൊണ്ട് അത് കേട്ടോ. പിന്നെ അത്രയ്ക്ക് വൈരാഗ്യം പോകണമെങ്കിൽ ഹൃദയം തുറന്നു. ഹൃദയം തുറന്നു നോക്കിയ മനസ്സ് തകർന്നവരെ അവൻ ഒരു പുസ്തികാരൻ കൂട്ടുകാരോട് ഒരുമിച്ച് വഴിയൊക്കെ പോലെ വഴിയ പോകുന്ന വഴി രണ്ട് പിള്ളേരെ ഭയങ്കര അടി. അപ്പോൾ ഈ റെസ്റ്റർ അറിയാതെ കഴിവുള്ള അങ്ങോട്ടത്തെ അങ്ങോട്ട് എന്നിട്ട് ഈ രണ്ട് പിള്ളേരെ രണ്ട് കൈ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഒരു വച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ഈ റെസ്റ്റോറൻറ്റ് കിട്ട് 2-3 കൊടുത്തു. ഇവരൊന്നും തിരിച്ചില്ല. തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, ആ വച്ചൻ നിങ്ങളെ തല്ലിയിട്ട് നിങ്ങൾ കൈയെടുത്ത് ഒന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ അവൻ താഴെ വീഴുമായിരുന്നു. ഉടനെ ആ റെസ്റ്റോറൻറ്റ്, അയ്യോ ഞാൻ ആ കാര്യം ചിന്തിച്ചു പോയിരുന്നല്ലോ. I thought you don't think about it. My dear friend, that is Christianity. That is brokenness. സ്നേഹിത അതാണ് നുറുങ്ങിയ ഹൃദയം, അതാണ് കർത്താവിന്റെ ഹൃദയം, അതാണ് മനസ്സാന്തരം, അതാണ് മാനസാന്തരത്തിന്റെ അനുഭവം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നുറുങ്ങിയ ഹൃദയമുണ്ടോ? ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? പാപം ഓർത്തുമുണ്ടോ? പ്രതികാര ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? നുറുങ്ങിയ ഹൃദയമാണോ? ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കട്ടെ. ഫിസിക്കലായിട്ട് ബ്രോക്കൺനെസിന്റെ 3 സൈഡുകൾ പറഞ്ഞ അവസാനം. നുറുങ്ങിയതിന്റെ പുറമേയുള്ള പ്രത്യക്ഷമായ 3 തെളിവുകൾ കൂടെ. ഈ പാറമുട്ടിയാണല്ലോ മെറ്റലൊക്കെ ആണെന്ന്. ചെറിയ റബ്ബറും പിന്നെ താഴോട്ട് ചെറിയ മെറ്റൽ പീസസും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മൾ വീട് വാർക്കുകയും റോഡ് ചാറുകയും ഒക്കെ ചെയ്യും. പാറ മുട്ടുകാന്ന് വിചാരിച്ചു. പാറ പറയുക, എനിക്ക് ബ്രോക്കൺ ആകണം, ഐ എം വില്ലിംഗ് ടു ബി ബ്രോക്കൺ, ചെറുതാകണം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, എന്റെ ഷേപ്പ് മാറുന്നത്. എനിക്ക് പൊട്ടി മെറ്റലാകണം, ഉപയോഗപ്രദമാകണം, ഈ റോഡിലും വീടിന്റെ മേഖലൊക്കെ വീഴണം. പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് മൈ ഷേപ്പ്. അനേകം ബ്രോക്കൺ ആകാൻ തയ്യാറാണ്, ഷേപ്പ് മാറാൻ തയ്യാറാണ്. ഷേപ്പ് എന്താണെന്നറിയാമോ? അഭിമാനം എന്ന ഷേപ്പ്. You have to be broken, there is only one way, is to change your shape. Secondly, brokenness എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പാറ മുട്ടി വരാൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പാറ മുട്ടിയാൽ once it is broken, it becomes small. എന്താ നുറുങ്ങിയ ഹൃദയം അറിയാമോ? ദൈവസന്നിധിയിൽ വിനയപ്പെടുക, ദൈവസന്നിധിയിൽ താഴുക, മനുഷ്യന്റെ മുമ്പിൽ താഴുക. ചിലപ്പോൾ ചിലരൊക്കെ ചവിട്ടുമെത്തിയാക്കിയെന്ന് പറഞ്ഞേക്കാം. ചവിട്ടുമെത്തിയാക്കുമ്പോൾ കുനിഞ്ഞു കൊടുക്കുന്നതാണ് മാനസാന്തരത്തിന്റെ ലക്ഷ്യം. പ്രതികരിക്കുന്നതല്ല, തലവെക്കുന്നതല്ല, മറുപടി കണ്ട് പറയുന്നതല്ല. When people stamp you, yielding under their feet, that is brokenness. അതാണ് നുറുങ്ങിയ ഹൃദയം. ദൈവത്തെ ഇത് കണ്ടാകുന്നുള്ളത് ലാസ്റ്റ് ചമ്പളറാണെന്ന് വിചാരിച്ച അതിന് വിലയുണ്ട്. താഴോട്ടിട്ട് പൊട്ടിക്കഴിയുമ്പോഴോ നുറുങ്ങുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വില നഷ്ടപ്പെടുക. ആരെയും ഈ മോഡൽ വൃത്തിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ താല്പര്യം ഈ മോഡൽ വൃത്തിയായിട്ട് വരണമെങ്കിൽ you need carpets outside. No carpets outside, all will be dirty inside. അവിടെ വൃത്തിയാണോ? കാർപ്പറ്റ് വേണം. കാർപ്പറ്റിന്റെ എണ്ണം കൂടുന്നതോറും ഉള്ള കൂടുതൽ ശുദ്ധിയായി.
Do you want your family to be Christian? What you need is not leadership. What you need is to be a parent. കൂട്ടായ്മ ശുദ്ധീകരണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ലീഡർഷിപ്പ് അല്ല ആവശ്യം, കാർപ്പറ്റാണ് ആവശ്യം. എത്രയോ നാളുകളായി നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി ഒന്ന് ഭംഗിയാണോ എന്ന് ആഗ്രഹിക്കുന്നു. We need some change in our children's life. You know, friend, what you need is to become a carpenter. എവിടെ ദൈവത്തിന്റെ തീർ തകരുമോ, എവിടെ ദൈവത്തിന്റെ തീർ താഴുമോ, അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ നദിയിലേക്ക് വ്യാപിക്കും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നൽകിയിരിക്കും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നൽകിയിരിക്കും. ഇന്ന് രാത്രി ആ നദി നമ്മുടെ നടുവിലൂടെ പോകും. God's river is abundant and overflowing with all blessings. നമ്മെ നിറയ്ക്കുവാൻ കഴിയുന്നവൻ, നമ്മെ നനയ്ക്കുവാൻ കഴിയുന്നവൻ, നിന്റെ ഉള്ളിൽ രോഗത്തെ മാറ്റുവാൻ കഴിയുന്നവൻ, നിന്റെ വേദനയെ ശമിപ്പിക്കുവാൻ കഴിയുന്നവൻ, നീളുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്നാൻ തരാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ നദിയിൽ നിന്ന് അല്പം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ഹൃദയത്തിന് ഒരു ചായകൾ ഉണ്ടാകണം. ആ ചായകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒഴുകും അടയ്ക്കണം. ഹൃദയം തുടങ്ങിവന്ന് യഹോവ സമീപത്ത് മനസ്സിലാകുന്നവരെ രക്ഷിക്കുന്നു. ഒരാൾക്കൂടെ പറയട്ടെ, ബ്ലെസ്സിംഗ് ഇൻ യുവർ